പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടന്ന US ഇറാൻ ചർച്ച പരാജയം. ധാരണയിലെത്താൻ കഴിഞ്ഞില്ലെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. ഇസ്ലാമാബാദിൽ നിന്നും മടങ്ങുകയാണെന്നും JD വാൻസ് പറഞ്ഞു. We talked about all those issues, Jen, and we talked about a number of issues beyond that. And so certainly those things came up. But again, we just could not get to a situation where the Iranians were willing to accept our terms. I think that we were quite flexible. We were quite accommodating. The president told us, you need to come here in good faith and make your best effort to get a deal. We did that. And unfortunately, we weren't able to make any headway. Preston. യെസ്, ഗൗതം നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഗൗതം, ഗുഡ് മോർണിംഗ്. ഇസ്ലാമാബാദിൽ 16 മണിക്കൂർ നീണ്ട ചർച്ചയായിരുന്നു. അതും ഒരു ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ. ഇറാന്റെയും അതേപോലെ തന്നെ അബ്ബാസ് അരാഗ്ചിയുടെയും JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ ചർച്ച. അത് ഈ ചർച്ചകൾ ധാരണയാകാതെ പിരിഞ്ഞിരിക്കുന്നു എന്ന് JD വാൻസ് തന്നെ പറയുന്നു. ഇറാൻ മുന്നോട്ട് വെച്ച 10 ഉപാധികൾ, 3 ആഴ്ചയ്ക്ക് മുന്നേ തന്നെ US മുന്നോട്ട് വെച്ച 15 ഉപാധികൾ, അതിൽ പ്രധാനമായും ചർച്ച നടന്നത് 4 വിഷയങ്ങളിൽ. ഇനി എന്താണ് JD വാൻസിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? തുടർ ചർച്ചകൾക്കുള്ള സാധ്യത. തീർച്ചയായിട്ടും 2 ഘട്ടങ്ങളിലായി ഇരു രാജ്യങ്ങളും പലതരത്തിലുള്ള ഉപാധികൾ മുന്നോട്ട് വെച്ചെങ്കിലും അതൊന്നും തന്നെ തീരുമാനത്തിലെത്താതെ തുടരുന്ന സാഹചര്യത്തിലായിരുന്നു പാകിസ്ഥാന്റെ നിർണായകമായ ഒരു ഇടപെടലുണ്ടായി ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലേക്ക് പോകുന്നത്. 2 ആഴ്ചത്തേക്കുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നേരിട്ടുള്ള ചർച്ചകൾക്കൊടുവിലൂടെ ഇത് പരിഹരിക്കാമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു പാകിസ്ഥാൻ. അതിന് മധ്യസ്ഥ വഹിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. തുടർന്നാണ് ഇസ്ലാമാബാദിൽ ഇപ്പോൾ നടന്നത് 16 മണിക്കൂർ നീണ്ട ചർച്ച ഉടലെടുത്തത്. ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നൽകുന്ന വിശദീകരണം അനുസരിച്ച് അമേരിക്ക മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ പരാജയപ്പെടുകയാണ്. ഇതിനി മുന്നോട്ട് പോകുന്ന സാഹചര്യം നിലവിലില്ല. അതേസമയം അമേരിക്ക വെച്ചിരിക്കുന്ന ഉപാധികളിൽ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായി കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് ചർച്ച കൊണ്ടുപോകാൻ അമേരിക്ക തയ്യാറാണ്. പക്ഷേ അതിൽ ഇറാൻ്റെ നിലപാടായിരിക്കും നിർണായകമാകുക എന്നാണ് JD വാൻസ് പറഞ്ഞിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ ചർച്ചകളിൽ ഏറ്റവും ശ്രദ്ധേയമായി ഉയർന്നു വരുന്നത് ഹോർമൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവകാശവാദവും അതിൽ ഇറാൻ നടത്തുന്ന അല്ലെങ്കിൽ ഇറാൻ ആഗ്രഹിക്കുന്ന നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അവസരം നൽകാൻ അമേരിക്കൻ അധികൃതർ അല്ലെങ്കിൽ അമേരിക്ക തയ്യാറാകാതിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആശയതർക്കമാണ്. നമുക്കറിയാം, ഹോർമൂസിൽ നിന്നുള്ള ചരക്ക് നീക്കത്തിന് ആവശ്യമായിട്ടുള്ള ടാക്സേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിന് സമ്പൂർണ്ണമായ നിയന്ത്രണം ഉൾപ്പെടെ ഇറാൻ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളുണ്ട്. അത് അംഗീകരിക്കാൻ അമേരിക്കയ്ക്ക് പ്രയാസമുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതിന്മേലുള്ള ചർച്ചകളാണ് എപ്പോഴും ഈ സമാധാന ചർച്ചകളെ പിന്നോട്ടടുപ്പിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തുന്നത്. നിലവിൽ JD വാൻസ് പറഞ്ഞിരിക്കുന്നത് ഇതിനേക്കാൾ മികച്ച ഒരു കരാറോ അല്ലെങ്കിൽ ഉപാധിയോ മുന്നോട്ട് വെക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ ഇതിൽ അന്തിമമായ തീരുമാനമെടുത്ത് അത് അമേരിക്കയുടെ തീരുമാനത്തിനനുസരിച്ച് അല്ലെങ്കിൽ അമേരിക്ക മുന്നോട്ട് വെച്ചേക്കുന്ന ഉപാധികൾ അംഗീകരിച്ച് ഒരു സമാധാന ചർച്ചയിലേക്ക് ഇറാൻ വരണം എന്നാണ് JD വാൻസ് ആവശ്യപ്പെടുന്നത്. അമേരിക്ക ആ ഒരു ആവശ്യം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുമുണ്ട്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹോർമൂസിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം നഷ്ടപ്പെടുന്നത്, ഹോർമൂസ് വഴിയുള്ള ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട് കപ്പൽ യാത്രയുമായി സഞ്ചാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ കോംപ്രമൈസ് ചെയ്യുന്നത് ഇറാന് തിരിച്ചടിയാകുമെന്നതിൽ കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാൻ ഇറാനും ഒരുക്കമല്ല. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വെടിനിർത്തൽ അതിൻ്റെ ഭാവി എന്താണ് എന്നെ സംബന്ധിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ 16 മണിക്കൂർ നീണ്ട ചർച്ചയായിരുന്നു. സേതു സൂചിപ്പിച്ച പോലെ ഇസാഖ് ദർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത് പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്നിട്ടുള്ള നേർക്കുനേർ ചർച്ചയിലാണ് ഈ വലിയ തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ആശങ്കകരമായ തീരുമാനത്തിലേക്ക് വീണ്ടും